വാട്ട്സ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിയോ ഗെയിമർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്കൊരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. നമ്മൾ ഇന്നലെ മൊത്തം മൈനിങ്ങിലായിരുന്നു. ഞാൻ കുറേ സമയം AFK ഒക്കെ നിന്നു. ഇവിടെ മൊത്തം മൈൻ ചെയ്തു. ഇപ്പോൾ രാത്രിയാണോ രാവിലെയാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു 3-4 ദിവസം മൈനിങ് ആയിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അങ്ങനെ റീച്ച് കിട്ടിയില്ല ഗൈസ്. അതന്നെ അതേ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര അയൺ പിക്കാക്സ് ഉണ്ടാക്കിയത്. അയൺ പിക്കാക്സ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ അറ്റം വരെ എത്തി. നോർത്ത് ചെയ്ത് പൊട്ടിപ്പോകുന്ന പിന്നെ ഞാൻ അത് പൊട്ടിപ്പോയില്ല. നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കൊരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം ഗൈസ്. അതിന് മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ബ്ലോക്കിന് വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് കണ്ടോ, ഈ എറിയുന്ന ബ്ലോക്കിനൊക്കെ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ വേഗം തന്നെ വില്ലേജ് ബ്രീഡറിൻ്റെ പണിയിലേക്ക് കിടക്കാം. പിന്നെ ഒരു അയൺ ഫാം വേഗം തന്നെ റെഡിയാക്കണം. നമ്മുടെ വീട് എന്ത് ചെയ്യും, നമ്മൾ ഈ വില്ലേജേഴ്സിൻ്റെ വീട് മൊത്തം പൊളിച്ചെടുത്തു ഗൈസ്. നമുക്ക് വുഡിനൊക്കെ വേണ്ടി നമ്മൾ എന്നിട്ട് ഒരു സ്റ്റാക്ക് ട്രാപ്പ് ഡോർ അങ്ങോട്ട് ഉണ്ടാക്കി. ട്രാപ്പ് ഡോർ നല്ല ആവശ്യമുണ്ട് നമുക്ക്. എന്തിനൊക്കെയാണെന്ന് പറഞ്ഞാൽ XP ഫാം ഉണ്ടാക്കാൻ വേണം. അയൺ പിക്കാക്സ് വേണമല്ലോ. ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കട്ടെ. അയൺ ഇരിക്കണ്ടോന്നും അറിയില്ല. ഇപ്പോൾ ചൂടാക്കണമായിരിക്കും. നമുക്ക് ഇച്ചിരി ക്യാരറ്റ് നടണം. നമുക്കപ്പോൾ ഒരു ഹോ വേണം. അപ്പം ഒരു ഹോ സെറ്റാക്കട്ടെ. അയൺ 20 അയണുണ്ട്. ഒരു പിക്കാക്സ് ഉണ്ടാക്കാൻ വുഡ് വേണമെന്നാണ് പറയണേ. വുഡ് നമ്മുടെ ഇനി ഇല്ല. നമുക്കപ്പം വീടിൽ നിന്നൊക്കെ പൊളിച്ചെടുക്കാം. വീടാണ് നമ്മൾ പൊളിച്ചെടുക്കണം എല്ലായിടത്തും. ഇതങ്ങോട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കും. ഈ വീഡിയോ നമ്മൾ ഭയങ്കര എനർജി ആയിട്ട് കളിക്കണേ. ഓക്കെ, ഇനി നമുക്കൊരു ഇപ്പോൾ സെറ്റായി. ഇനി നമുക്ക് ഡയമണ്ട് മാക്സിമം മൈൻ ചെയ്യണം ഗൈസ്. റെഡ് സ്റ്റോൺ ഇനി പോയി മൈൻ ചെയ്യട്ടെ. റെഡ് സ്റ്റോൺ ഞാൻ അവിടെയായിട്ട് കണ്ടിട്ടുണ്ട് ഒരിടത്ത്. ഇനി നമുക്ക് പരിപാടികൾ ഹോ ഉണ്ടാക്കണം. ഹോ ഉണ്ടാക്കാൻ വുഡ് വേണ്ട, എന്തായാലും ഉണ്ടാക്കുമല്ലേ. നമുക്കപ്പം നമ്മുടെ ഇവിടെ തന്നെ തുടങ്ങാം. നമുക്കിത് ഇവിടെ ആയിട്ട് തുടങ്ങാം. നെതർ പോർട്ടൽ അങ്ങോട്ട് നമ്മൾ പോയാന്നോ ഗൈസ്? പോയോന്ന് എനിക്കറിയില്ല. നമ്മൾ നോക്കണം വീഡിയോയിലൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അത് എൻ്റെ വീഡിയോ തന്നെ ഞാൻ തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സൗണ്ടും ഒക്കെ ഭയങ്കര കുറവാണ്. അതെന്നാ പറ്റണേന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഈ റെക്കോർഡറിൻ്റെ ആണോ അതെനിക്കറിയില്ല ഗൈസ് കൃത്യമായിട്ട്. എന്തുകൊണ്ടാണ് ഈ വോയിസ് ഇങ്ങനെ ആയി പോണേ? അത് നമ്മളിനി പയ്യെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഒരു മൈക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഇവിടെ നട്ടിട്ട് പോവാം. നമുക്ക് നേരെ മൈനിങ് സ്ഥലത്തേക്ക് പോവാം. ബ്ലഡ് കൈ പിടിച്ചേക്കാം. ഓക്കെ, നമ്മളപ്പോൾ നേരെ അടിയിലേക്ക് പോകുമ്പോൾ ഇതൊന്ന് കൈ പിടിക്കാം. ഓക്കെ, നേരെ അടിയിലേക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നമ്മൾ അടിയിൽ എത്തണമെങ്കിൽ. അപ്പോൾ 3, 2, 1 എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അയ്യോ, അടിയിലെത്തിയില്ല. അതിന് മുമ്പ് നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പം ലൈക്ക് അടിച്ചേക്കുക. 3, 2, 1. അപ്പം ലൈക്ക് അടിച്ചു എന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് നേരെ അടിയിലേക്ക് പോവാം. നമ്മൾ ഇതിൻ്റെ ഒപ്പം നേരെ അങ്ങോട്ട് പോവാം. എനിക്ക് തോന്നണം അവിടെ ഇന്നലെ ഇവിടെയാണെന്ന് തോന്നണേ. ഇങ്ങോട്ട് MLG മരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. മരിച്ചാനെ ഇപ്പം MLG ഗോഡ്. നമ്മളിവിടെ ആയിട്ടാണ്. റെഡ് സ്റ്റോൺ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഇച്ചിരി റെഡ് സ്റ്റോണിൻ്റെ ആവശ്യങ്ങളുണ്ട്. അയ്യോ, റെഡ് സ്റ്റോൺ കഴിഞ്ഞാൽ ഭയങ്കര ലാഗ്. നമുക്കിപ്പോൾ എത്ര റെഡ് സ്റ്റോണായി? 10 റെഡ് സ്റ്റോൺ. നമുക്ക് ഒരു പവർ റെയിൽ ഉണ്ടാക്കാൻ എന്തൊരു റെഡ് സ്റ്റോൺ വേണമെന്നറിയോ? ഒരു ടോർച്ച് ഉണ്ടാക്കാൻ ഒരു റെഡ് സ്റ്റോൺ, അതെനിക്കറിയാം. നമുക്ക് ഒരു ടോർച്ച്, ഒരു പവർ റെയിൽ, ഡിസ്പെൻസറും വേണം. ഡിസ്പെൻസറിന് വേണ്ടി നമുക്കിത് വേണ്ടേ, സ്ട്രിങ് വേണമെന്നാണ് തോന്നുന്നത്.
നമ്മളപ്പോൾ ഇവിടെ കണ്ട കേവിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇതേതോ വഴി? അയ്യോ, ഇത് വേറെ ഏതോ കേവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഓ ഗൈസ്, ഡയമണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഹാർഡ്കോർ ഫസ്റ്റ് ഡയമണ്ട് ഗൈസ്. നമ്മളിത് ഇവിടെ ചുമ്മാ അതാണ് നമ്മളെ -26 നമുക്ക് ആദ്യത്തെ ഡയമണ്ട് കിട്ടി ഗൈസ്. പവർ. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്കിനി മൈനിങ്ങിലേക്ക് ഇറങ്ങണം. ഡയമണ്ടിന് വേണ്ടി ഒരു വീട് നമ്മൾ സെറ്റാക്കണേ ആയിരിക്കും. വെള്ളമാണെങ്കിൽ വെള്ളം. ഭയങ്കര ഭാഗ്യം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഡയമണ്ട് ഉണ്ടോ? F3+A നിൽക്കുക. നമ്മുടെ അടുത്ത് മൂവ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടാണ്. അതൊന്നും ചെയ്യണോണ്ട് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നണേ. അപ്പം കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ മാറ്റണമെങ്കിൽ ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഓക്കെ, നമ്മളപ്പം ഇനി നേരെ മുകളിലേക്ക് ഈ വഴി കയറാം. ടൺ. നമ്മുടെ അവിടെ ഇട്ടിച്ചിരി കേവ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇച്ചിരി സ്പൈഡറിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെയാണോ? ആഫീസ് ലസൂയി അത് നമ്മൾ എടുക്കണമെന്നുണ്ട്. ഒരു ഫോർച്യൂൺ 3 പിക്കാക്സ് റെഡിയാക്കണം വേഗം തന്നെ. അത് ഇവിടെ ആയിട്ടാ കേവ്. ഇത് വേറെ. ഇത് കേവിലേക്ക് എത്തി. ഇപ്പോൾ കേവിലേക്ക് എത്തിയിട്ടുണ്ട്. ഓ സ്പൈഡറിനെ തപ്പി വന്നോ? ഓ സ്കെലിട്ടൻ. അവിടെ സ്പൈഡറിനെ കൊല്ലല്. ഞാൻ ഇച്ചിരി ഫുഡ് കഴിക്കട്ടെ. അവിടെ സ്പൈഡറിനെ കൊന്നുകൂടാ സ്കെലിട്ടൻ. ഞാനിപ്പോൾ ചാവുവേ. അയ്യോ, ചത്തു. ഇപ്പൊ ചാവും ഗൈസ്. ഫുഡ് ഫുള്ളാവും ഹാർട്ട് ഫുള്ളാവും. സ്കെലിട്ടന് തീർക്കണം ഗൈസ്. കഷ്ടപ്പെട്ടൊരു സ്പൈഡറിനെ കിട്ടിയതാ. ഇതിൻ്റെ ഇടയ്ക്ക് ലാഗ് വന്നു പോന്നേ. ഓക്കെ, ഇവിടെ ഉണ്ട് അവൻ. അവിടെ തീർക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം. സ്ട്രിങ് ഉണ്ടോ? സ്ട്രിങ് കിട്ടി. താങ്ക് യു സ്കെലിട്ടൻ. ഈ സ്കെലിട്ടനെ കൊല്ലണ്ട, ആരെയും കൊല്ലണ്ട. നമുക്ക് ഈ കേവിലേക്ക് കയറിയിരിക്കാം. ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ് വെച്ചേക്കാം. ആരും ഫോൺ വേണ്ട. ഓക്കെ, ഈ കേവ് മൊത്തം ഒന്ന് സ്പോൺ പ്രൂഫ് ആക്കണം നമ്മളപ്പോൾ. അത് ചെയ്യണം. അപ്പം നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. ഒറ്റ ഇതേ നമുക്ക് ഈ വഴി കയറാം. ചുമ്മാ ഡാമേജ് വാങ്ങിക്കൊണ്ട്. അവിടെ സ്കെലിട്ടനാണ് കേട്ടോ. നമ്മളെ കണ്ടില്ല എന്ന് തോന്നണം. നമ്മൾ കണ്ടു. എന്തായാലും അവിടെ സ്കെലിട്ടൻ ഉണ്ടായിരുന്നു. നമുക്കപ്പം ഇനി റെഡ് സ്റ്റോൺ അപ്പം ഇനി ആ കേവിലേക്ക് തന്നെ പോകണം ഗൈസ്. 10 റെഡ് സ്റ്റോൺ ഇപ്പം മതിയാവുമോ എനിക്കറിയില്ല കൃത്യമായിട്ട്. ഇതിൻ്റെ കണക്കെങ്ങനെയായാലും നമുക്ക് നോക്കാൻ ചെന്ന്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പം ഇല്ല. നമുക്ക് 2 ട്രാപ്പ് ഡോർ വേണം. 2 ട്രാപ്പ് ഡോറ്, പിന്നെ 3 ബെഡ് വേണം. ബെഡിനായിട്ട് വൂള് വേണം. വൂള് നമുക്ക് ഒപ്പിക്കാം. 3 ബെഡ്. നമുക്ക് വില്ലേജല്ല നമ്മുടെ കയ്യിൽ ഇരിക്കണേ. നമ്മളപ്പോൾ വില്ലേജിൽ നിന്ന് എടുത്തേക്കാം 3 ബെഡ്. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക. നമ്മളെ സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. നമുക്ക് ഇച്ചിരി അധികം കുറവാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം ഗൈസ്. നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. പവർ റെയിൽ ഗോൾഡും വേണം. ഗോൾഡ് സ്മെൽറ്റ് ചെയ്യാം. അവിടെ ഇത് വേണം. ഇത് നമുക്ക് അൺലിമിറ്റഡ് ലാവ ഉണ്ടാക്കാൻ വേണം. ഇതെങ്ങനെ ഉണ്ടാക്കണേ? ഇങ്ങനെ. ഇത് നമുക്ക് അൺലിമിറ്റഡ് സ്ട്രിങ് ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ഡ്രോപ്പറിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ഡിസ്പെൻസറാണ് വേണ്ടത്. അടിച്ചു നോക്കാം. കാണിക്കുള്ള റെസിപ്പി അതെന്നാണോ? നമുക്ക് അതിൻ്റെ മൊത്തം സാധനങ്ങൾ കിട്ടിക്കാണില്ല. ബോ വേണം. ബോ ബോ ഉണ്ടാക്കാനാണ് സ്ട്രിങ് വേണ്ടത്. ഇപ്പോൾ ഓർമ്മ വന്നു. ഇത് ഏത് വഴിയാണ് ഇനി പോണ്ടേ? ഇനി അങ്ങോട്ടാണ്. ഈ വഴി കയറി പോണ്ടേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി മുകളിലേക്ക് ഒറ്റ ഓട്ടത്തിൽ ഓടാം.
വേഗം തന്നെ നമ്മൾ ജസ്റ്റ് യൂസാണ്. ആ സ്പൈഡർ കയറി ഇടയ്ക്കേ കയറിയോ ഇല്ലെങ്കിൽ നമ്മൾ ചത്തേനെ ഉറപ്പായിട്ടും. അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ മാക്സിമം ഈ എപ്പിസോഡ് ഭയങ്കര വലിയ ബിഗ് ആക്കാം. നൈറ്റ് ആട്ടോ, അതാ ഏറ്റവും വലിയ പണി. ഉറങ്ങാനും പറ്റില്ല, ഹങ്കറൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹങ്കറൊക്കെ ഫുള്ളാക്കിയേക്കാം. രക്തക്കൊണ്ട് ഞാൻ സ്ട്രിങ്ങിൻ്റെ അളിയൻ ഒരു സ്ട്രിങ്ങും കൂടി എനിക്ക് വേണം ഗൈസ്. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്ട്രിങ് നമുക്ക് തപ്പാം. നൈറ്റ് പറ്റിയ സമയമാണ്. ഇവിടെ അടുത്താരും സ്പോണാവുള്ള എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ചെറിയൊരു ലാഗൊന്നും അപ്പം എസ്കേപ്പ് അടിക്കണം ഗൈസ്. ഒരു മോബിനെ പോലും കാണാനില്ലടാ. ഉയ്യോ, ചത്തു. നോട്ട് ടുഡേ. അയ്യോ, മരിച്ചു. ലാഗും ഉറപ്പായത് ചത്തു. ഇപ്പൊ ചാവും. അവിടെ ലാഗ്. എൻ്റെ മച്ചാനെ ഒന്ന് മാറിക്ക്. ഞാൻ അറിഞ്ഞാലേ നിങ്ങൾക്കൊക്കെ രാവിലെ ആകാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നലെ ബോർഡർ ചങ്ക എന്തോരം നോക്കി. ഇപ്പൊ ചത്തേനെ നമ്മള്. പോ വിട്ടോ. ഇനി നമുക്കൊരു ബോയ ഉണ്ടാക്കണം. സ്ട്രിങ് വെച്ച് ബോയ എങ്ങനെയാ? ക്രോസ് ബോ കാണിക്കുന്നുണ്ട് നമുക്ക്, പക്ഷെ ബോയാണ് വേണ്ടത്. അവിടെ ബോയിൻ്റെ ഇത് കാണിക്കില്ല. കാണിച്ചു. അവിടെ 3 സ്ട്രിങ് വേണം നമുക്കപ്പോൾ. ഫുള്ളി പ്രിപ്പയർ ആവണം ഇതിനായിട്ട് പോവാൻ വേണ്ടി. ഡയമണ്ട് കിട്ടട്ടെ. ഡയമണ്ട് കിട്ടിക്കും. ഹാർഡ് കോർ സിമ്പിൾ ഗൈസ്. നമുക്കിത് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് അതങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യായിരുന്നോട്ടെ. ഒരു 3 എണ്ണം വേണമെന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. സ്മെൽറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ലല്ലോ. സ്മെൽറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ. നമുക്കൊരു ഷിയർ ഉണ്ടാക്കണം. ഷിയറിൻ്റെ റെസിപ്പി നമ്മളിപ്പോൾ അയണും കയറ്റി വെച്ചു ഉള്ളിലേക്ക്. ഇതിലേക്കാന്ന് തോന്നണേ. ഗൈസ്, അപ്പം നമുക്ക് ഷെയർ ചെയ്യാം. അമ്മാരെ പോയി നമുക്ക് ഒറ്റ കൂട് കിട്ടുവാണെങ്കിൽ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാമെന്നു. അതിന് 2 കൂട് വേണം. ദേ കിടക്കണേ ഒരു കൂട്. മറ്റു ഇങ്ങോട്ട് വാ. 2 അല്ല 4 കിട്ടി. ഓക്കെ, ഇവിടെ ആക്കി വെക്കാം. നമുക്ക് പുറത്തുനിന്ന് നമുക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇവനെ കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുത്തേക്കാം. എന്തിയേ മച്ചാൻ എത്ര എണ്ണം തോന്നുന്നു? 3 എണ്ണം കിടക്കും. നിങ്ങളൊക്കെ വേഗം വളരട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി ഫുഡ് കൊടുത്തേക്കാം. ഇത്രയും ചെയ്തതല്ലേ, എന്തെങ്കിലും ആവട്ടെ. ഇച്ചിരി ഫുഡ് കൊടുത്തേക്കാം. വാ നീയും പിടിച്ചു. നിനക്ക് വേണ്ടാന്നാണ് അവന്മാർ പറയണേ. ഇവനെ ഒഴിവാക്കിയതാ, നമുക്ക് മനസ്സിലായി. ഇവനെ ഒഴിവാക്കി കളഞ്ഞു. ഓക്കെ, കാർപ്പറ്റ് ഇവിടെ ഇരുന്നോട്ടെ. ഇനി ഫുള്ളി പ്രിപ്പയർ. സ്ട്രിങ് 3 എണ്ണം വേണം. ഓക്കെ, 3 സ്ട്രിങ് വേണം. അപ്പം നമുക്ക് ഇത്രയും ബ്ലോക്ക് കയ്യിരുന്നോളൂ. ബ്ലോക്ക് ഇവിടെ ഇരുന്നോട്ടെ. നമുക്കപ്പോൾ ഇനി ഫുഡ് ഷാലിനാരും പിടിക്കാം. എടാ ലാഗ് വരുവാന്നേ, അതാ ഏറ്റവും വലിയ പ്രശ്നം. ഇത് റെക്കോർഡ് ചെയ്യാനുണ്ടോ ഗൈസ്? അച്ചീവ്മെൻറ്റ്സ് ഗോൾഡൻ ക്യാരറ്റ് ഇത് വേണം.
ഇതന്നെ. ഓ, ആർമഡില്ലോ സാധനം. ഓക്കെ, ഇച്ചിരി കൂടി ഫുഡ് കഴിച്ചേക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ റെഡിയായി. എടാ, ഒരു ബോട്ട് ഉണ്ടാക്കിയാലോ? അച്ചു, ഉള്ളിൽ കയറി. ആ, അത് തന്നെ. കറക്റ്റ് കൃത്യം. എടാ ഒന്ന് ഉള്ളിൽ കയറണം. ഗൈസ്, അപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കിയേക്കാം. നമുക്ക് നമ്മുടെ തന്നെ ഫുഡ് എടുത്തേക്കാം. അപ്പോൾ കറക്റ്റ് ഒരു ബോട്ട് ഉണ്ടാക്കാനുള്ളതാവും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം പിടിക്കണം എന്തിനാന്ന് വിചാരിച്ചാൽ വില്ലേജറിനെ നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിട്ട് അമാര് വിളിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ബോട്ട് ഉണ്ടാക്കിയത്. അവനെന്തിയടാ ഉണ്ടായവൻ? ജോലി ഇല്ലാത്തവന്മാരെ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവന്മാരാണ് ഇച്ചിരി കൂടി കിടിലം. മറ്റവൻ്റെ ജോലിയൊക്കെ പൊളിക്കളയാണ്. എടാ, നമ്മുടെ പയ്യൻ്റെ എടാ അവനെ കാണാനില്ല. അതേ നിൽക്കണു. അവൻ്റെ അവിടെ പോയി. ഓ ഗൈസ്, എന്നെ ലാഗാലേ. എടാ ഒന്ന് കയറണം. അത് തന്നെ, നീ കയറിയില്ലേ? അടങ്ങി. ഇവനെ കൊണ്ടുപോകാൻ ഭയങ്കര കളി. ഈ വഴി കൊണ്ടുപോവാ. ഓക്കെ, താഴെ ചാടിയ തീർന്നു. ഓ എൻ്റെ ഗൈസ്, എന്നാ ലാഗാ ഗൈസ്. നിങ്ങൾ ലാഗ് കുറയ്ക്കാൻ വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അയക്കട്ടോ. അടങ്ങി, ഇത് പൊളിക്കാവില്ല. ഓ ഷിഫ്റ്റേക്ക് ഇത് വേണ്ട, ഒരെണ്ണം പൊളിച്ചാൽ മതി. പോന്നറിയില്ല, എന്നാലും നോക്കി കളയാം. അവിടെ കുഴി ചാടി. നമുക്കിതൊക്കെ പൊളിച്ച് പയ്യെ അങ്ങോട്ട് ഇവനെ എത്തിക്കാം. ഓക്കെ, ഇവിടെ വെള്ളം ഉണ്ടാകുന്നോടാ. ഇത് വേറെ അങ്ങോട്ട് പോകണമല്ല. നമുക്കപ്പോൾ ഇവിടെ തന്നെ ആ വില്ലേജ് ബ്രീഡർ സെറ്റാക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. നമുക്കപ്പോൾ ഒരു ഫാമിലി സെറ്റാക്കണം. പിന്നെ ഇനി ഒരു പൊട്ടൻ ചെയ്തിട്ടേക്കാം. നമ്മളെന്തായാലും ഒരു ഇതിലേക്ക് ഇറങ്ങുമല്ലേ. എന്നെ ലാഗാ. ഓക്കെ, ഇപ്പോൾ ഇവൻ ഒരു ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് ഇനി ആരും വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരു റൈഡറിൻ്റെ സാധനത്തിന് കിട്ടുവാണെങ്കിൽ നൈസാണ്. ഇവൻ്റെ തല കാരണം നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ മതി ഇവന്. മരിക്കുവാണെങ്കിൽ പോട്ടെ. വില്ലേജും 2 ഉണ്ട് നമ്മൾ. അപ്പം നമുക്ക് ഇവന്മാരെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പോവാം. അതാണെങ്കിൽ ഇച്ചിരി കൂടി ഊൾട്ടിക്കോളും. ഓക്കെ, വീണ്ടും അടുത്തവനും ഉണ്ടായി. ഇവർക്കാർക്ക് ഇവൻ്റെ കളർ കയറാത്ത തന്നെയാണോ? അതെന്നാ ഗൈസ്, അവൻ്റെ കളറല്ലോ എൻ്റെ. എനിക്ക് ഗ്രേ വൂള് ഇച്ചിരി ആവശ്യമുണ്ടാവും. അപ്പം നമുക്കിനി വേഗം തന്നെ അടിയിലേക്ക് പോവാം. റെഡ് സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, റെഡ് സ്റ്റോണും നോക്കണം. പിന്നെ നമ്മുടെ സ്പൈഡി ഇപ്പോൾ നമ്മൾ ഫുള്ളി പ്രിപ്പയർ ആണ്. ഇനി നമ്മളെ തൊടാൻ ആരുമില്ല. ഓക്കെ, നോ മോർ ഓൺലി പ്രൊഫഷണൽ ഗെയിംസ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പോവുക, ഞാൻ പ്രൊഫഷണൽ ആയതിൻ്റെ പേരിൽ. ഓക്കെ,
പ്രൊഫഷണൽ ഇപ്പം മരിക്കാനേ ഫോൾ ഡാമേജ് ഒക്കെ ഉണ്ട്. പ്രൊഫഷണൽ അല്ല ഗൈസ്, നമുക്ക് എന്തു ആവാലോ. അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ നോക്കിയാലോ. ഇത് കേവല്ലേ. ഓ ലാവ 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 കണ്ടുപിടിച്ചു. ലാവ പൂളാണോ? അവിടെ ലാവ പൂള് ഗൈസ്. ഇവിടെയൊക്കെ ഡയമണ്ട് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് തിരിച്ചു കയറാം ഗൈസ്. ഇവിടെയൊക്കെ ഡയമണ്ട് ഉണ്ടാവാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇനി നേരെ മുകളിലേക്ക് തന്നെ പോയേക്കാം. ഓക്കെ, നേരെ എന്നിട്ട് നമുക്ക് ആ കേവിൻ്റെ അവിടെ ആയിട്ട് നോക്കാം. സ്പൈഡർ വന്നത് ഒരു വെബ്. നമുക്ക് ഏത് വഴിയാന്നുള്ള പോണ്ടേ? ആ ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് എന്തായാലും. ഇതിയെ കിടക്കണു അടുത്ത റെഡ് സ്റ്റോൺ. അപ്പം നമുക്ക് എടുക്കാം. 1 ഓക്കെ, 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം, 5 എണ്ണം, 6 റെഡ് സ്റ്റോൺ കിട്ടി. നമുക്കപ്പോൾ ഇന്ന് റിസോഴ്സ് ഗ്യാതറിങ് ആണ് ഈ വീഡിയോയിൽ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ബ്രീഡർ ഇപ്പോൾ തന്നെ ഭയങ്കര ലോങ് ആയി വീഡിയോ. എടാ എങ്ങോട്ടാണ് പോകണ്ടേ? ഇങ്ങോട്ടാണെന്ന് തോന്നണേ. ഓക്കെ, നമുക്കപ്പം ഇനി സ്ട്രിങ്ങും കൂടി കിട്ടിയാൽ നമ്മുടെ പരിപാടികളൊക്കെ ആയി. അല്ലെങ്കിൽ സ്ട്രിങ് ഞാനിപ്പോൾ തന്നെ എൻഡ് ചെയ്യാൻ ഭയങ്കര ലോങ് ആയി കാണും ഇപ്പോൾ തന്നെ വീഡിയോ. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാനിപ്പോൾ എൻഡ് ചെയ്യുകയാണ്. ഇവിടെ എവിടെയായിട്ട് ലാവാ? ആ അവിടെ ഇത് മറ്റേ MLG. ഓ MLG ഗോഡ്. ഇവിടെയൊക്കെ മൊത്തം ലാവ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ്. ഇതൊക്കെ ടോർച്ച് വെച്ചാൽ സ്പൈഡറാ ഞാനിവിടെ ഉണ്ട്. ഞാൻ വരാം. സ്പാമിങ്ങാണ്. കിട്ടിയില്ല. താങ്ക് യു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്കുക. അപ്പം ബൈ ഗൈസ്. അപ്പം ടേക്ക് കെയർ. ബൈ.